ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ചാനൽ 3K ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ 3K ആയതിന് അപ്പം നമ്മൾ 1K 2K ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ 3K ഒന്നും സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കേക്കൊന്നും മേടിച്ച് നമ്മുടെ 2Kക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 1K അടിച്ചപ്പോൾ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേക്കൊക്കെ പകുതിയും വേസ്റ്റായി പോകാണ്ട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2Kക്കും കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ 3Kക്കും കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ കുറച്ച് ചെറുതായിട്ടുള്ള ഒരു സെലിബ്രേഷൻ മാത്രം. എന്ന് വെച്ചാൽ നമ്മുടെ കീർത്തമുള്ളത് കാരണം നമ്മൾ കുറച്ച് ഈറ്റിംഗ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ വേഗം തന്നെ 3K ആകാനും 2K ആയിട്ട് പെട്ടെന്ന് തന്നെയുണ്ട് നമ്മുടെ ചാനൽ 3K ആയത്. അപ്പോൾ നമ്മുടെ ഫാമിലി 3K ആയതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് 1000 നന്ദി. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ 4K ആകുമ്പോഴും നമ്മൾ സെലിബ്രേഷൻ ഒന്നും ഇല്ല. ഇനി 5Kക്ക് ഒരു ഗീവ് അവേ ആണ് കേട്ടോ എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ 5K അടിക്കുമ്പോഴത്തേനും നമുക്കൊരു ഗീവ് അവേ ഒക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പം നമ്മുടെ സെലിബ്രേഷനായിട്ടൊന്ന് പോയാലോ. അപ്പോൾ സമയം ഒരു 6:30 6:45 കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. പുറത്ത് പോയാണ്ട് നമ്മൾ ഫുഡ് അടിച്ചാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും കമൻറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണ് രണ്ടിൻ്റെയും. വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം എന്നൊക്കെയുള്ള കമൻറ്റ് വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പം നമ്മളിതാ റെഡിയായി നമ്മൾ രണ്ടുപേരുടെ ഇറങ്ങാം കേട്ടോ. ഇവളുടെ പോക്കൊക്കെ കണ്ട വിചാരിക്കും എവിടെയോ ടൂറൊക്കെ പോകുന്ന പോലെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടൊന്ന് വലിയ മേക്കപ്പ് ഒന്നും ഇട്ടില്ല ഗൈസ്. രാത്രിയൊക്കെ ആര് കാണാനാണ്, രാത്രിയിലാണ് സത്യത്തിൽ തിരക്ക് കൂടുതൽ. ഓക്കെ, അപ്പം നമ്മളിതാ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കുറ്റാക്കൂരിട്ടാണ്. അപ്പം നമ്മളിതാ ഞാൻ ഫ്ലാഷൊക്കെ അടിച്ച് ഇട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മളിതാ മാവേലിക്കരയിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ JB സ്പോട്ടിലാണ് കേട്ടോ പോയത്, കാരാഴ്മയിൽ. അത് നമുക്ക് അടുത്തായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ മാവേലിക്കരയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരും മാറി മാറി ഫുഡ് ട്രൈ ചെയ്യണമല്ലോ. അപ്പം നമ്മളിവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ്, അടിപൊളിയാണ്. അപ്പം നമ്മളിപ്പം വന്നിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് കൈക്കീലിലാണ് വന്നിട്ടുള്ളത്. പുതിയകാവിൽ മാവേലിക്കരയിലോട്ട് പോകുന്ന വഴിക്ക് പാലസിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ കൈക്കീൽ വരുന്നത്. അപ്പം നമ്മളിവിടെ കയറിയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ. അപ്പം നമ്മളിതാ കയറി നമ്മൾ മെനു ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ വെറൈറ്റി പിടിക്കണമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം കഴിച്ച എന്താണ് കഴിച്ചത്, ഷവർമയും അൽഫാമും ഒന്നും ആയിരിക്കത്തില്ലല്ലോ ഇവിടെ. എല്ലായിടത്തും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് നോക്കി ഒന്ന് പരതി കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ടിക്ക എന്താണെന്നറിയില്ല. അപ്പോൾ നോർമൽ ടിക്ക, റുമാൽ ടിക്ക എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും ഒരു ജ്യൂസി അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തിന്നാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാം വരാൻ വെയിറ്റ് ചെയ്തില്ല. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത അൽഫാം, ജ്യൂസി അൽഫാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സോസിന് ഭയങ്കര നല്ല മധുരമുണ്ട്. എനിക്ക് തോന്നുന്നത് മയോണൈസും നമ്മുടെ കെച്ചപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് സോസാണോ, കുറച്ച് വൈറ്റ് എള്ളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അൽഫാം, ജ്യൂസി അൽഫാം മയോണൈസിലൊക്കെ മുക്കി അങ്ങോട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റ്, അടിപൊളി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു KFC ബ്രോസ്റ്റഡ് ചിക്കനും ഒരു ബണ്ണും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബണ്ണ് നമ്മൾ തൊട്ടേ ഇല്ല. പിന്നെ നമ്മൾ ആ ഒരു ചിക്കനും ഫ്രൈഡ് ചിക്കനും കൂടി മയോണൈസിൽ മുക്കി തട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലെഗ് പീസ് എടുത്തു, അവൾക്ക് വലിയ പീസ് വെച്ചിട്ട് എനിക്ക് വയറൊക്കെ നിറഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഷേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഷേക്ക് അവോക്കാഡോയും പിന്നെ പിസ്തയാണ് കേട്ടോ. എവിടെ ചെന്നാലും പിസ്ത വിട്ട് എനിക്കൊരു കളിയില്ല. എന്ത് ഓർഡർ ചെയ്യുന്നു പറഞ്ഞാലും ഒരെണ്ണം പിസ്ത ആയിരിക്കും കേട്ടോ. അങ്ങനെ പിസ്ത ഞങ്ങൾ കുറേ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിസ്ത ഇങ്ങനെ ഒരുമാതിരി വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവോക്കാഡോ നല്ല തിക്ക് സ്ട്രക്ചർ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അവോക്കാഡോ കുറേ ഫുള്ള് തീർത്തു. പിന്നെ അമ്മയ്ക്കും അച്ഛനുമുള്ള പാഴ്സലൊക്കെ വാങ്ങിയിട്ടോ. നമ്മൾ അമ്മയ്ക്കും അച്ഛനും പാഴ്സലൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ.
അപ്പോൾ അച്ഛന് മാത്രമേ ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അച്ഛന് നമ്മൾ ഷവർമ്മയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും വേണ്ട, അമ്മ ഇതൊന്നും കഴിക്കാറില്ല. അമ്മയ്ക്ക് പിന്നെ തട്ടുദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടുദോശയൊക്കെ വാങ്ങാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ 3K ആയതിൻ്റെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ 4Kക്ക് ഇനിയും സെലിബ്രേഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പം 5K ആകുമ്പോൾ നിങ്ങൾക്കൊരു ഗീവ് ആയിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാൻ അതൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. സീ യു ഗൈസ്.